അംഗനവാടിയിൽ എന്തോ എന്തോ വേണ്ടേ? അത് കൊള്ളാത്ത സാധനം വേണ്ട. കൊച്ചി തന്നെ പറഞ്ഞു തന്നെ ഉണ്ടോ എന്റെ അമ്മയോ ബിരിയാണി മേടിച്ചോണ്ടോ വന്നേക്കണേ. ഹലോ, ഞങ്ങൾ ബിരിയാണി മേടിച്ചിട്ടുണ്ട്. പൊരിച്ച കോഴിയാ. ദൈവമേ, അടുത്ത വിപ്ലവം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. കൊച്ചു വിശന്നിരിക്കുന്നു. ആ ഓക്കെ ഓക്കെ, ഞങ്ങൾ തുടങ്ങിയേ. ആരാ നോക്കാല നോക്കട്ടെ. കൊടുത്തോട്ടെ. നിനക്ക് ശരിയാക്കതേ. ആകെ കൊച്ചിന് പൊരിച്ചോഴി മേടിച്ചു കൊടുക്കുന്ന ഉണ്ണിമാമനാണ്. പപ്പടം തീരാമാണോ? കൊച്ചു പപ്പടം തീരാറായി. കൊച്ചിന് ആരെങ്കിലും പപ്പടം കൊടുക്കോ? ഗേൾ ഫ്രണ്ട് ആരാ? ആ കളിപ്പാട്ട കുഞ്ഞോ, ഞാൻ പേടിച്ചു പോയി. ഇതെന്ത് സാധനം? കോപ്പറ്റാണ്. കോപ്പറ്റ് എനിക്കില്ലല്ലോ. മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. വലിയൊരു ബിരിയാണി വിപ്ലവത്തിന് തുടക്കം കുറിച്ചൊരു വലിയൊരു മനുഷ്യനാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഈ 2-3 ദിവസം കൊണ്ട് ഭയങ്കര ചർച്ചാ വിഷയമായൊരു കാര്യമാണ്. തനിക്കും തൻ്റെ കൂടെ പഠിക്കുന്നവർക്കും എന്തായാലും ഞങ്ങൾക്ക് ഈ ഉപ്പുമാവൊന്നും വേണ്ട. ഈ ജയിലിൽ കിടക്കുന്നവർക്കൊക്കെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി കൊടുക്കണമെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ അംഗനവാടി പഠിക്കുന്നവർക്കും എന്തുകൊണ്ട് ബിരിയാണി തന്നുകൂടാ എന്ന് ചോദിച്ചൊരു വലിയൊരു മനുഷ്യനാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് അല്ലേ? ഹായ് പറഞ്ഞേ. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിനെ കാണാൻ വരുമ്പോൾ നമ്മൾ വെറും കൈയോടെ വരരുത്. അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ അമ്മയോ ബിരിയാണി മേടിച്ചോണ്ടോ വന്നേക്കണേ. ഹലോ, ഞങ്ങൾ ബിരിയാണി മേടിച്ചിട്ടുണ്ട്. ബിരിയാണി ഇഷ്ടമാണോ? ആ ഇഷ്ടമാണ്. അംഗനവാടിയിൽ ബിരിയാണി തന്നില്ലേ? ആരാ തരാത്തെ? അനിഷ ചേച്ചിയാ? ആഹാ, അനു ടീച്ചറാ. വിളിക്കണോ? അനു ടീച്ചറിനെ വിളിക്കണോ? കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ടോ ബിരിയാണി വേണമെന്ന്? ചോദിക്കാറുണ്ട്. ഇത്ര കഷ്ടപ്പെട്ട്. ആര് ചോദിച്ചു? ആശുട്ടനും ചോദിച്ചാ? ആ ഒന്ന് ഇവിടെ നോക്കി പറഞ്ഞേ, ഞങ്ങക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞേ. ഉപ്പുമാവ് വേണ്ടെന്ന് പറ. അത് കൊള്ളാത്ത സാധനം വേണ്ട. കൊച്ചി തന്നെ പറഞ്ഞു തന്നെ ഉണ്ടോ. അതുകൊണ്ട് ഇനി മുതൽ അംഗൻവാടിയിൽ ബിരിയാണി വേണം അല്ലേ? ഓടരുത്. എന്താ? ഹെൽമെറ്റ് ഉണ്ട്. ആ കൊച്ചിന്റെ ഹെൽമെറ്റ് ഇതേ ഇരിക്കുന്ന കണ്ടാ. സ്പൈഡർമാൻ്റെ ഹെൽമെറ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇതേ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ടോ? ഇവിടെ ആകെ പ്രശ്നമാണ്, മൊത്തത്തിൽ പ്രശ്നമാണ്. ഇത് കാണാ കൊച്ചിന്റെ ഇവിടുത്തെ അടപ്പ് പോയി. ഒന്ന് ശരിയാക്കി കൊടുക്കണേ. പിന്നെ ഹെൽമെറ്റ് കാണണല്ലോ അല്ലേ? ആ മൈക്കൊക്കെ കറക്റ്റ് അല്ലേ? ഇതെന്ത് സാധനം ആണ്? കോപ്പറ്റാണ്. കോപ്പറ്റ് എനിക്കില്ലല്ലോ. മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ബിരിയാണി കഴിച്ചാലോ? ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അല്ലേ? എന്നാ ഞങ്ങൾ ഒരു ഷോർട്ട് ബ്രേക്ക് പറഞ്ഞേ. അതാണ്, അത്രേ ഉള്ളൂ. അത് നമുക്ക് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോകണേ. എന്നിട്ട് ഞങ്ങൾ ബാക്കി കഥകൾ ഞങ്ങൾ സംസാരിച്ചോണ്ട് അല്ലേ, കഴിച്ചോണ്ട് സംസാരിക്കാം. ഓക്കെ, പൊങ്ങ നമുക്ക് വയ്യ. ഓക്കെ വാ. ഇവിടെയാണ് നമ്മൾ എവിടെ? സ്പൈഡർമാൻ്റെ ഹെൽമെറ്റ്. സ്പൈഡർമാൻ ഒളിച്ചിരിക്കണു. ഇതാണോ സ്പൈഡർമാൻ്റെ? ഓക്കെ, നമ്മൾ എവിടെ ഇരുന്നാ കഴിക്കാൻ പോണേ? ഇവിടെ. ഓക്കെ. വേറെ ഇരിക്കുന്ന സ്ഥലമുണ്ടോ? എവിടെ? അപ്പൊ ഞാൻ എവിടെ ഇരിക്കും? ആ ഓക്കെ ഞാൻ അവിടെ ഇരിക്കും. ആ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഇവിടെ കഴിക്കാൻ നോക്കാം. സ്പൈഡർമാൻ്റെ എന്നിട്ട് ഒളിച്ചിരിക്കണായിരുന്നു. ആ ഓക്കെ, അതാ ഞങ്ങൾ കഴിക്കാൻ പോണേ. ചിക്കൻ ബിരിയാണിയാണോ ഇഷ്ടം? ഞാനും വിചാരിച്ച് എന്താണ് ഇവിടെ ഇത്രയും വലിയ പ്രശ്നം നടക്കുന്നതെന്ന്. കറി ഇഷ്ടമല്ലേ? അപ്പൊ ചിക്കൻ വേണമെന്ന് പറഞ്ഞാലോ? ബിരിയാണി പൊരിച്ച കോഴിയാണ് ഇഷ്ടം. ചൂടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് തൽക്കാലം ഒരെണ്ണം അച്ചൂട്ടിന് കൊടുക്കാം അല്ലേ? ഇത് അച്ചൂട്ടിന് കൊടുക്കാം അല്ലേ? ഇതും ബിരിയാണിയാണ്. ഇത് ഫുള്ള് ബിരിയാണിയാണ്. ഇതും ബിരിയാണി. ഇത് ചിക്കൻ ബിരിയാണി. നമുക്ക് എന്തായാലും പൊരിച്ച കോഴിയാ. ദൈവമേ, അടുത്ത വിപ്ലവം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു.
നമുക്ക് എന്തായാലും ഓക്കെ കട്ട് ചെയ്തോ. ഇനി ബാക്കി നമുക്ക് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. ആ അതും ബിരിയാണിയാണ്. പൊരിച്ചുകോഴി ഒന്ന് ഇടാമോ? പണി പാളി. പൊരിച്ചുകോഴി ഉണ്ടടാ അതിൽ. പൊരിച്ചുകൂടി അതിന്റെ അകത്തുണ്ട്. നമുക്ക് ഇപ്പൊ കാണിച്ചുതരാം. കൊച്ചു വിശന്നിരിക്കുകയാണ്. ആ ഓക്കെ ഞങ്ങൾ തുടങ്ങിയേ. ഞാൻ എടുക്കട്ടെ കുറച്ച്. ആ ഓക്കെ. ആ പിന്നെ അല്ല, ഞങ്ങളൊന്നും ഇപ്പൊ ശരിയാക്കി തരാം. എന്നാലും എന്തുകൊണ്ടാണ് അംഗനവാടിയിൽ ഇത് നമുക്ക് ഇവിടെ നിന്ന് തരാത്തെ? ഉപ്മാവാണോ എല്ലാ ദിവസവും തരണേ? ആണോ? എവിടെ? ഓ ഇത്രയും സ്നേഹമുള്ള കൊച്ചിനെ എവിടെ കിട്ടും? അപ്പൊ നമുക്ക് കഴിക്കാം അല്ലേ? അത് നമുക്ക് തുടങ്ങാം. അപ്പൊ ഞങ്ങൾ തുടങ്ങണേ. അതെ, ഈ സ്കൂൾ അംഗനവാടിയിൽ വന്ന എനിക്കും ബിരിയാണി തരുമോ? ആരാ ബിരിയാണി തരണേ? ടീച്ചറാണോ? ഇത്രയും ദിവസം കൊച്ചിന് എന്താ തന്നത്? തരത്തില്ലേ? ഇവിടെ എന്തൊരു കഷ്ടവും നോക്ക്. കൊച്ചിന് ഒന്നും തരത്തില്ലേ? ആണോ? ഞെട്ടിക്കെന്ന് പറഞ്ഞോ? കെട്ടിക്കുന്ന തെറ്റിയാ? അതായത് കൊച്ചിന് ബിരിയാണി കൊടുക്കാത്തതുകൊണ്ട് അനു ടീച്ചറായിട്ട് തെറ്റിയിരിക്കുകയാണ്. ഒരാൾ വന്ന് ചോദിച്ചപ്പോ എനിക്ക് പൊരിച്ച കോഴി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അയാൾ പൊരിച്ച കോഴി മേടിച്ചു തന്നോ? നല്ല വിശപ്പെട്ടെന്ന് തോന്നുന്നു. ഒരു പപ്പടം കൊണ്ട് എന്നിട്ടല്ലേ? എന്നിട്ട് അയാൾ വന്നിട്ട് പൊരിച്ച കോഴി തന്നോ ആരെങ്കിലും? വീട്ടിലാരാ പൊരിച്ച കോഴി മേടിച്ചു തന്നെ? ആരാണത്? അച്ചു. അതാണോ? ആ വേഷം ഇട്ടതോ? കുറുനരി വേഷം ഇട്ടതോ? അതാണ് അച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വീട്ടിൽ ആരാണ് പൊരിച്ച കോഴിയൊക്കെ മേടിച്ചെന്നെ? ഉണ്ണിമാമനാണ്. അപ്പൊ നമുക്ക് അംഗനവാടിയിലേക്ക് ഉണ്ണിമാമനെ കൊണ്ടുപോയാലോ? പോണോ? ഓക്കെ. ഉണ്ണിമാമൻ ഖത്തറിൽ പോയാ? എപ്പ പോയി? ഇന്നലെ പോയാ? ആകെ കൊച്ചിന് പൊരിച്ചോഴി മേടിച്ചു കൊടുക്കുന്ന ഉണ്ണിമാമനാണ്. പപ്പടം തീരാൻ പോണോ? പപ്പടം ഇല്ല, ഇതേ ബിരിയാണി തീരാൻ പോകുന്നു. പപ്പടം ഇപ്പൊ കൊണ്ടുവരും കേട്ടാ. ആകെ കൊച്ചിന് ഇവിടെ പൊരിച്ചോഴി മേടിച്ചു കൊടുക്കുന്ന ഉണ്ണിമാമനാണ് അല്ലേ? ഉണ്ണിമാമനാണെങ്കിൽ ഖത്തറിൽ പോയി. സ്കൂളിൽ മറ്റേ അംഗനവാടിയിൽ ടീച്ചറാണെങ്കിൽ ഉപ്പുമാവ് തന്നെ അല്ലേ? അവിടെ നിന്നും ബിരിയാണി ഇല്ല. അപ്പം ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും എല്ലാ ദിവസവും ചിക്കൻ ബിരിയാണി വേണം അല്ലേ? ഭയങ്കര ബിസിയിലാണ്, ഇതൊന്നും നോക്കാൻ നേരമില്ല. ആദ്യം കഴിക്കട്ടെ. പപ്പടം തീരാറായി. കൊച്ചിന് ആരെങ്കിലും പപ്പടം കൊടുക്കോ? എന്തോരം പ്രശ്നത്തിൽ കൂടിയാ പോണേ. പപ്പടം തീരാറായി അല്ലേ? ഉണ്ണിമാമൻ ഖത്തറിൽ പോയി. ഇവിടെ സ്കൂളിലാണെങ്കിൽ മറ്റേ പപ്പടം എത്തി. ഓക്കെ, വെള്ളം വേണോ? വെള്ളം വേണോ? കൊച്ചിന് വെള്ളം കൊണ്ടുപോവാ. പിന്നെ അല്ല, എന്തൊക്കെ കഷ്ടപ്പെടാ നോക്ക്. അംഗൻവാടിയിൽ എന്തൊക്കെയാ പഠിപ്പിച്ചു തരാറ്? കമ്പ് വെച്ച ക്യാമറ ഉണ്ടാ? എടാ ഈ ക്യാമറ ഒന്നും അല്ല, ഞങ്ങളുടെ കയ്യിൽ കമ്പ് വെച്ച ക്യാമറ ഉണ്ട്. പിന്നെ അല്ല, യൂട്യൂബ് ഉണ്ടോ? എന്താ യൂട്യൂബിന്റെ പേരെന്താ? യൂട്യൂബാ? ഇതിനകത്ത് യൂട്യൂബ്? ഞങ്ങളുടെ വീട്ടിൽ കുറെ യൂട്യൂബ് ഉണ്ടല്ലേ. ആരാണ് കൊച്ചിനോട് അടി ഉണ്ടാക്കാൻ വരാറ്? എന്താ എന്താ പറ ഒരു കാര്യം പറ. നിങ്ങൾ ശല്യപ്പെടുത്തല്ലേ? പറ. എന്താ? അതെ, ഒരു കാര്യം, അത് രഹസ്യമാണ്. കലക്കി കുരുത്തക്കേടാന്ന് അല്ലേ? പിടിച്ചോണ്ട് പോണോ? ഞങ്ങൾ പോകുമ്പോ കൊണ്ടായിക്കോട്ടെ. അംഗൻവാടിയിലാ? കൽക്കിയുടെ വീട് അംഗൻവാടിയിലാണ്. കൊച്ചിന്റെ കുരുത്തക്കേട് എന്തൊക്കെ പ്രശ്നത്തിൽ കൂടിയല്ലേ?
പുറകിൽ ഒരു പീലിയുടെ വീടുണ്ട്. എൻ്റെ പീലി അവിടെ അവിടെ കളിക്ക് താമസിക്കുന്നു. ഒന്ന് പറഞ്ഞു തരുമോ ആരെങ്കിലും? എന്തായിരുന്നു? ആ അമ്മാവന്റെ മോനാ. ഓ അതെല്ലേ. അപ്പൊ കൽക്കിയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. പപ്പടം തീരാറായിട്ടാ കൊച്ചിന്റെ. ഇവിടെ 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 നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ആരെങ്കിലും ഒക്കെ? ഇവിടെ പപ്പടം ഇപ്പൊ തീരും പപ്പടമൊക്കെ. കൊച്ചു വിശന്നിരിക്കുകയായിരുന്നല്ലേ. ഇതേ പപ്പടം എത്തിയിട്ടുണ്ടേ. താമസിച്ചോണ്ടിരിക്കുക. ഇത് എന്തൊരു കഷ്ടമാണ്. താമസിക്കുന്നതാണ് പപ്പടമൊക്കെ അല്ലേ? വീട്ടിൽ എപ്പോഴും ഇങ്ങനെയാണോ? ഞാൻ അതായത് ബിരിയാണി കൊണ്ട് ഞങ്ങൾ താമസിച്ച് വന്നെന്നാണ് പറയുന്നത്. സോറി, ഇച്ചിരി വൈകിപ്പോയി. ഇവിടെ ആരാണ്ടും കമ്പിൽ ക്യാമറയും വെച്ചോണ്ട് നിപ്പണ്ടായി ഞാൻ വരുമ്പോ. ആരത്? അതാരായിരുന്നു? ഇന്ന് 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 ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരു കമന്റ് ചെയ്യും, ആ കൊച്ചിനെ ഭക്ഷണം കഴിപ്പിക്കാണ്ട് ആ ചെറുക്കൻ ഇങ്ങനെ ഇരുന്ന് പാട്ട് പറ്റിയട്ടാ. ഇപ്പൊ പാട്ട് വെച്ചാൽ ഇന്ന് കഴിച്ച് കഴിയട്ടടാ, ശരിയാക്കി തരാ. എനിക്ക് പപ്പടം ഇല്ലട്ടാ. എനിക്ക് പപ്പടം ഇല്ല കഴിക്കാൻ. എന്ത് ചെയ്യും? ഞാൻ കഴിക്കാനില്ല. എനിക്ക് പപ്പടം ഇല്ല. ചെറുത അതാണ്. ചിലരുടെ ശരിയാവും, ചിലരുടെ ശരിയാവത്തില്ലത്. ആണോ? എനിക്ക് വെള്ളം കുടിക്കാൻ തായിക്കണം. ഞാൻ വെള്ളം എടുത്തോട്ടെ? അത് ഇതേ കുടിച്ചു ചേർക്കണ്. എടാ അംഗനവാടിയിൽ ഞാനും വരാം. നിനക്ക് ശരിയാക്കിയതേ. കണ്ട ഞാനിവിടെ വെള്ളം കിട്ടാൻ ഇവിടെ കരയും. നോക്കിക്കോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആരാ നോക്കാല അത് നോക്കട്ടെ. വെള്ളം തീർന്നു പോയാലോ? എന്ത് ചെയ്യും? കുഴപ്പമില്ല. നോക്ക്. അത് പഴയ ഗ്ലാസ്സാണോ? ഇത് പഴയ ഗ്ലാസ്, അത് പുതിയതാണ്. എന്തൊരു കഷ്ടം നോക്കി. അപ്പം മേടിച്ചെന്നാണോ? അപ്പൂപ്പന്റെ പേരെന്താ? അപ്പൂപ്പന്റെ ഒരു അപ്പൂപ്പനോ? തന്തയോ? സോറി, ഞാൻ കേട്ട് മാറിപ്പോയാണ്. ആ തങ്കപ്പൻ എന്നാണ് പറഞ്ഞേ. ഈ അപ്പൂപ്പന്റെ പേരെന്താ? ഈ നിൽക്കുന്ന അപ്പൂപ്പന്റെ? അതെന്റെ അപ്പൂപ്പൻ. അപ്പൊ നേരത്തെ പറഞ്ഞ ആരാ അപ്പൂപ്പനാ? അമ്മാമ്മയുടെ പേരെന്താ? മീനാക്ഷി. അതൊക്കെ കറക്റ്റാണ്. ഇവിടെ കഴിച്ചു കഴിഞ്ഞു ഇത്ര പെട്ടെന്ന്. കൊച്ച് വെറുതെ അല്ല ബിരിയാണി വേണമെന്ന് പറഞ്ഞ. എന്ത് ഇഷ്ടമെന്ന് നോക്കിയ ബിരിയാണി അല്ലേ? ഇനി കുറച്ച് ഉപ്മാവ് എടുക്കട്ടെ? അതെന്താ? ഞാൻ കുറച്ച് ഉപ്മാവ് കൊടുത്തിട്ടുണ്ട്, അതും കൂടി എടുക്കട്ടെ? വേണ്ടേ? അവർക്ക് ഉപ്മാവൊക്കെ നിങ്ങൾക്ക്, ബിരിയാണി ഞങ്ങൾക്ക്. പൊരിച്ച കോഴി കൊടുന്നാലും അവർക്ക് കൊടുക്കാം അല്ലേ? പൊരിച്ച കോഴി അവർക്ക് കൊടുക്കട്ടെ? അതെനിക്ക് മതി. തിന്നാൻ ഇഷ്ടമാണ്. എന്റെ ദൈവമേ, ഞാൻ തോറ്റു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വേറെ ആർക്കൊക്കെ അംഗനവാടിയിൽ ബിരിയാണി വേണ്ടത്? ആർക്കൊക്കെയാ കൊടുക്കണ്ടേ? പീലി, അശൂട്ടൻ, ശക്തി, ശംഖു. ഞാൻ ശംഖു. നമ്മുടെ പേര് വിട്ടുപോരുന്നല്ലോ. പിന്നെ ആരാ? ശക്തി. ആ ശക്തിക്ക് നമ്മൾ കൊടുത്തായിരുന്നു. അപ്പൊ 5 പേർക്ക് കൊടുത്താൽ മതിയോ? ബാക്കി എല്ലാവർക്കും നമുക്ക് ഉപ്മാവ് കൊടുക്കാം അല്ലേ? കൽക്കി കൊടുത്തില്ല. കൽക്കി പറഞ്ഞ കേൾക്കാത്ത കൽക്കിക്ക് ഞങ്ങൾ എങ്ങനെ ബിരിയാണി കൊടുക്കുന്നത്? ഉപ്മാവ് കൊടുത്താൽ മതി. പറഞ്ഞാൽ കേൾക്കാത്തവർക്കൊക്കെ ഉപ്മാവ് ഞങ്ങൾ കൊടുക്കുള്ളൂ. പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഞങ്ങൾ ബിരിയാണി കൊടുക്കും അല്ലേ? പൊന്നി പറഞ്ഞാൽ കേൾക്കും അല്ലേ? പൊന്നി പറഞ്ഞാൽ കേൾക്കും. ഓക്കെ, ഞാനും പറഞ്ഞാൽ കേൾക്കും. ഓക്കെ, അന്ന് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് ഇനി അപ്പുറത്ത് വരുന്ന സംസാരിക്കാം. ഓക്കെ.
ഓ ഫസ്റ്റ് അടിച്ച്. എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്യാമോ എല്ലാരും? ഓ അപ്പൊ ശരിക്കും പറഞ്ഞ ഞങ്ങൾ ഓക്കെ തുടങ്ങിയാ? റെഡി അല്ലേ? ആക്ഷൻ എന്ന് പറ. ആക്ഷൻ. ആ പിന്നെ അല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്കൂളിൽ ആരാണ് ശരിക്ക് ഉപ്മാവ് വേണ്ട ബിരിയാണി മതി എന്ന് പറഞ്ഞത്? അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? എനിക്ക് ഉപ്മാവ് ഇഷ്ടമല്ല. നോക്കിയേ, എല്ലാ ദിവസവും ഉപ്മാവാണോ ടീച്ചർ തരുന്നത്? ആണോ? അപ്പൊ ഇത് മാറ്റി തരുന്നില്ലേ? കഥാപുസ്തകം ഉണ്ടാ? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. കളർ? ആഹാ ആണോ? പിന്നെ ഇത് ഇതിലേക്ക് നോക്കി കാണാൻ പറ്റണ്ട? കാണാൻ പറ്റണ്ടേ? നേരെ നമുക്ക് പിടിക്കാൻ അറിയാൻ പാടില്ല ഇവർക്ക്. ഇപ്പൊ ഓക്കെ അല്ലേ? ഞാനൊരു വീഡിയോ കാണിച്ചു തരട്ടെ. ഇത് നോക്കിക്കോളണേ. ഇത് ആരാന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ഇവിടെ ഇല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസേ ഇങ്ങനെ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോ ഇല്ലേ, പെട്ടെന്ന് നോക്കിയപ്പോ ഇത് കണ്ടോ? കണ്ടോ? ഇതാരാണ്? ഇതാരാ? ഇതെന്താ സംഭവം? എന്തോ വേണ്ട? ഓക്കെ ഇത് പൂട്ടിയിട്ട് പൂട്ടി. ചെണ്ട കൂട്ടുണ്ടോ? ചെണ്ട കൂട്ടാൻ അറിയോ? ഇതാരാ ചെണ്ട കൂട്ടാൻ പഠിപ്പിച്ചേ? ഓ ഇതാരാ ചെണ്ട കൂട്ടാൻ പഠിപ്പിച്ചെന്നേ? അച്ഛനോ? അച്ചു ചേച്ചിയാണോ ചെണ്ട കൂട്ടാൻ? ഇതാരാ? ആണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സ്കൂളിൽ പോകുമ്പേ ആരെങ്കിലും ഇത് നോക്കി ഒരു കാര്യം ചോദിക്കട്ടെ. സ്കൂളിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കൽക്കി ഇഷ്ടമല്ല, പൊന്നീനും. കൽക്കി പറഞ്ഞാൽ കേൾക്കൂല. പൊന്നീനും പീലീനെയാണ് ഇഷ്ടം അല്ലേ? അല്ലേ? വൈശൂട്ടിന് ഇഷ്ടമല്ലേ? വൈശൂട്ട് പെരക്കകത്ത് ഒളിച്ചു നിൽക്കുക. പിന്നെ ഞങ്ങൾ എങ്ങനെ വൈശൂട്ടിന്റെ പേര് പറയണം അല്ലേ? നോക്കി ആരാണ് തല്ലു പിടിക്കാൻ തന്നെ? അംഗനവാടിയിൽ തല്ലു പിടിക്കാൻ തന്നെ ആരാ? ഇടി കൂടുന്ന ആരാ? കൽക്കി. ഇതെല്ലാം കൽക്കിക്കാനുള്ള മിക്കവാറും കൽക്കിയുടെ ഒരു കൊട്ടേഷൻ കിട്ടും. എന്റെ അമ്മ, പൊന്നി കട്ടെടുത്തോണ്ട് പോയാ? പാവം. നമ്മൾ ആരെങ്കിലും അടി ഉണ്ടാക്കാറുണ്ടോ? ഇടി കൂടാറുണ്ടോ? ഇല്ല. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഗേൾ ഫ്രണ്ട് ആരാ? കളിപ്പാട്ട കുഞ്ഞോ? ഞാൻ പേടിച്ചു പോയി. അത് നമുക്ക് പിന്നെ എടുക്കാം. ഞാൻ കിടുങ്ങിപ്പോയി പെട്ടെന്ന്. ആണോ? ഒത്തിരി ഫോട്ടോ എടുത്ത ക്യാമറ ലോക്ക് ആവൂടാ. അതെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഇനി അടുത്തൊരു പാട്ട് പാടാൻ പോണേ കേട്ടോ. ഏത് പാട്ടാ പാടണേ? എന്തുവാ? ആ പാട്ടാ പാടാൻ പോണേ. ഏതായിരുന്നു? ബാബ റെഡി 1 2 3 സ്റ്റാർട്ട്. പഠിക്കോ? പിന്നെ അല്ല, സിനിമ കാണാറുണ്ടോ? അതിനകത്ത് സാധനം ഉണ്ടോ? എവിടെ നോട്ടെ? എവിടെ നോട്ടെ? വല്ല കടന്നലായിരിക്കും, കുത്തും. അത് ഓടി നോട്ടെ. മണ്ണാണോ? കടന്നല്ല, മണ്ണ. ഓക്കെ, ഞങ്ങൾ അടുത്ത പാട്ട് പാടാൻ പോണേ. ഇനി അടുത്ത ഏത് പാട്ട് പാടാൻ പോണേ? ഏതാ? ഓക്കെ, നിങ്ങൾ കേട്ടില്ലല്ലോ. ഞങ്ങൾ പാടുമ്പോ കേട്ടാ മതി. റെഡി 1 2 3 സ്റ്റാർട്ട്. പാട്ടും ആക്ടിവിറ്റിയും കണ്ട. ഇത് ആർക്ക് പറ്റിയതുപോലെ ഞാൻ ഇട്ടുതരാം. ഈ കോപ്പറ്റ് ഒന്നീ കൂടുതലാണെങ്കിൽ പ്രശ്നമാണ് അല്ലേ? ഓക്കെ. എനിക്കാണെങ്കിൽ കോപ്പറ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് ഇതുപോലെ ബട്ടൺസ് ഇല്ല. ബട്ടൺസ് ഇല്ല. ഉടുപ്പിലില്ലെന്നേ. ഒന്ന് മേടിച്ചു തരും. ഓ സമാധാനമായി. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെ ഇഷ്ടമായ?
അത്രയും കേട്ടാ മതി പിന്നെ അല്ല അതിന്റെ ഇത്തിരി മുമ്പ് കേട്ടത് ഞാൻ. ഇനി ഒരു കാര്യം പറയട്ടെ, ആരെ കല്യാണം കഴിക്കാൻ പോണേ? ഉണ്ണിമാമനെ. ഉണ്ണിമാമനെ ഒത്തിരി അമ്പലത്തേക്ക് കൊണ്ടുപോയാ? ആംബുലൻസിൽ കൊണ്ടുപോയാ? 30 കാറ് കൊണ്ടുവരും. ആര് കല്യാണത്തിനോ? ടൂൾസ്. നിക്ക്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി ആരെ നമ്മള് ഞണ്ടോ? എനിക്ക് പേടിയാണ്, എനിക്ക് ഞണ്ടിനെ പേടിയാണ്. എടുത്തോണ്ട് വരാന്ന്, ഞണ്ടിനെ പേടിയാണെങ്കിൽ എടുത്തോണ്ട് വരാന്ന്. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഭയങ്കര പേടിയാ. ഇനി വേറെ കാര്യം പറയട്ടെ, നിക്ക് നമുക്ക് ലാസ്റ്റ് ഞണ്ടിനെ കാണാൻ പോവാം. ഞങ്ങൾ ഞണ്ടിനെ കാണിക്കോ? ലാസ്റ്റ് കാണിക്കും. ചേരേ? പാമ്പാ? ഈ വൈശൂട്ടനാണല്ലോ എല്ലായിടത്തും കഥാപാത്രം. ഞണ്ടല്ലോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓടരുത്. ഞണ്ടിനെ നമുക്ക് ലാസ്റ്റ് കാണാം. നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി ഒരു വലിയ കാര്യം പറയട്ടെ, നോക്കിയേ, ഒരു വലിയ കാര്യം പറയട്ടെ. സിനിമയൊക്കെ കാണാറുണ്ടോ? ഇല്ല. എന്ത് കഷ്ടം നോക്കിയ ഒരാള്. അത് ഏത് സിനിമ? ആ സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണോ? ഏറം വേണ്ടോ? സമൂസേന്റെയോ? പമ്മൂസിന്റെ കൂടെയോ? കൊച്ചു പറയുന്ന ഓരോരുത്തരുടെ പേര് നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അത് ഞങ്ങളുടെ കുഴപ്പമുണ്ടോ? അപ്പൊ സമൂസയല്ല, പമ്മൂസിന്റെ കൂടെയാണ് പോയി കണ്ടത്. പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങളുടെ കൂടെ എറണാകുളത്തേക്ക് വരുന്നോ? ലുലു മാളിൽ വരുന്നോ? മെട്രോ ഉണ്ടോ? അപ്പൊ കൊച്ചു ഓൾറെഡി അവിടെയൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ഞാനിപ്പോ എറണാകുളത്തേക്ക് പോകണം. എന്റെ കൂടെ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ബാഗൊക്കെ എടുക്കണ്ടേ? ബാഗ് എടുത്തോന്ന്. ബാഗ് ആരാ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് തരാ? അപ്പൊ ഇത് മതി, വേറെ അധികം വേണ്ട. അപ്പൊ നാളെ അംഗൻവാടിയിൽ ടീച്ചർ അന്വേഷിക്കൂലേ? ചെല്ലി കിട്ടും. ഇനി അംഗൻവാടി ഇല്ലേ? ഇന്നില്ല. ട്യൂഷന് പോണ്ട. ഒരു അംഗൻവാടി ഇല്ല, ഇന്ന് ട്യൂഷനും ഇല്ല. ഇന്ന് കൊച്ചു കളിച്ചിറക്കുന്ന സമയമാണ് അല്ലേ? ആരാ കളിപ്പാട്ടൊക്കെ വേണ്ടിച്ചാനെ? ഞങ്ങളെ തന്നെ കളിപ്പാട്ടൊക്കെ. സന്തോഷം കൊണ്ട് എനിക്കും കൂടെ ഫയർ എഞ്ചിൻ ഉണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, രഹസ്യമാണ്. ഇനിയിപ്പോ അംഗൻവാടിയിലേക്ക് വന്ന ടീച്ചറിന്റെ അടി കിട്ടുമോ? കിട്ടുമോ? ചെല്ലങ്ങട്. ടീച്ചർ വയറിലായി, അറിഞ്ഞാ? അപ്പൊ എന്തായാലും അംഗൻവാടിയിൽ എത്രയും പെട്ടെന്ന് ബിരിയാണി വരട്ടെ അല്ലേ? എല്ലാ ദിവസവും. എന്ത് ബിരിയാണി വേണ്ടേ? ബിരിയാണി കുറേ ബിരിയാണി വേണം കേട്ടോ, എന്നാലേ ഞങ്ങൾ കഴിക്കുള്ളൂ. പൊരിച്ച കോഴിയും ബിരിയാണി അല്ലേ? ഓക്കെ, അപ്പൊ അതെന്തായാലും ഞങ്ങൾ മേടിച്ചിട്ട് വരാം കേട്ടോ. ഉണ്ണിയേച്ചി ഉണ്ടോ? ഉണ്ണിയേച്ചി ഉണ്ട്, വൈശൂട്ടനുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളോട് ഇവിടെ കൃഷ്ണൻ ചേട്ടൻ ഇവിടെ പറ്റിങ്ങ അടുത്ത ഇലക്ഷന് നിർത്തണം കൊച്ചിനെ. ഉണ്ണിയേച്ചി അവിടെ ഉണ്ട്, കൃഷ്ണൻ ചേട്ടൻ ഇവിടെ ഉണ്ട്, പിന്നെ സമൂസയുണ്ട്, പിന്നെ ആരാ? എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ നാട്ടിലെല്ലാവരും വിശേഷങ്ങൾ അറിയാം അല്ലേ? എന്താ വാ, എന്നാ ഞങ്ങൾ ആ കാര്യം കൂടി ഞാൻ എടുക്കാം. എനിക്ക് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാരാ? അച്ചു ചേച്ചി. ഇതാരാ? അമ്പാടി ചേട്ടൻ. ആളെ എങ്ങനെ? പാവണോ? അമ്പാടി ചേട്ടൻ കൊള്ളാത്തതാ. വഴക്ക് പറയും. വഴക്ക് പറയരുത് ഇനി. ഇതാരാ? അപ്പൂപ്പൻ. അമ്മാമ്മയുടെ അപ്പൂപ്പൻ അമ്മാമേനെ വഴക്ക് പറയുന്നു. ആഹാ, അതെ വൈശൂട്ടൻ. ഞങ്ങളുടെ വൈശൂട്ടൻ. അതെ, എന്റെ അമ്മച്ചിയെ വീട് ഇരുന്ന് രണ്ടിനെയും കൂടി പൊക്കാൻ എനിക്ക് പറ്റൂല. ഓക്കെ, ഒരാളെ കയ്യിൽ കൊടുത്താൽ മതി, ഒരാൾ എടുത്താൽ മതി. ഓക്കെ, അതാരാണ്? ഓക്കെ. ഇനി അമ്മാമേനെ എന്തിനാണ് അപ്പൂപ്പൻ വഴക്ക് പറയണേ? അമ്മാമ മോട്ടർ നിർത്താത്തോണ്ടാ? അമ്മാമേനെ അച്ചാച്ചൻ വഴക്ക് പറഞ്ഞ എന്തിനറിയോ? മോട്ടർ നിർത്താത്തോണ്ട്. മോട്ടർ നിർത്തിയില്ലെങ്കിൽ കറണ്ട് ബില്ല് കൂടും. ഇതൊന്ന് കഴിഞ്ഞിട്ട് പോവാം നമുക്ക് അങ്ങോട്ട്. ഇതാരാ?
അമ്മാമ്മ. ഈ അമ്മാമ്മയാണോ മോട്ടോർ നിർത്താത്തെ? ആണ്. ആ ഇനി മോട്ടോർ നിർത്തിക്കോ. അപ്പാമ്മ. അപ്പാമ്മ. ആ ഇത് അക്ക. അക്ക. ആ ഇത് ഇത് കമൂസ്. ഇതാണ് ഞങ്ങളുടെ സമൂസ. കമൂസ്. ആ അത് ജ്യൂസ്. ജ്യൂസോ? ഒളിച്ചിരിക്കുന്ന ഒളിച്ചു നിൽക്കുന്ന ആരാ? ആ ഇതാരാ? ഇതാരാ? രാമനാമം. ഏ ആ രാമ. ശ്രീകുട്ടി. ശ്രീകുട്ടി. ശ്രീകുട്ടിയാണോ കൂടെ എപ്പോഴും ഇവിടെ കളിക്കാനൊക്കെ വന്നെ? ആ. ആണോ? ശ്രീകുട്ടീനൊക്കെ ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. അപ്പൊ ഇനി ആരെ പരിചയപ്പെടുത്താനുള്ളേ? ഇനി ആരെ? എനിക്ക് ഇവിടെ ആരുമില്ല. ഇനി ആരുമില്ല. ഇപ്പൊ പറഞ്ഞു ഇനി ഇതിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? ആരെയാ? ശ്രീകുട്ടി ചേച്ചി. ശ്രീകുട്ടി ചേച്ചിനെ, സമൂസേനെ പറഞ്ഞു വരുമ്പോ കൊച്ചിനെ എല്ലാവരും ഇഷ്ടം. ഞങ്ങൾക്ക് അങ്ങനെ വേർതിരിവ് ഒന്നുമില്ല. ആ എല്ലാവരും ഇഷ്ടമാണ്. അല്ല പിന്നെ ഇവിടെ ഒളിച്ചു നിൽക്കുന്നത് ആരാ? രാമനവമി. അപ്പൊ അതെ, അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പറയാണ്, ഇനി മുതൽ ഞങ്ങളുടെ അംഗനവാടിയിൽ ബിരിയാണി വേണം. പറഞ്ഞേ വേണം. ഉപ്പുമാവ് വേണ്ട. ഉപ്പുമാവ് വേണ്ടെന്ന് പറ. ആ എന്താ വേണ്ടേ? ബിരിയാണി പൊരിച്ചു കോഴി. ആ അതായത് പറഞ്ഞു അവിടെയാണോ? ഞങ്ങളുടെ വീട്ടിൽ ഊഞ്ഞാല് ശരിയാക്കി തരുമോ? ആരാ ശരിയാക്കി തരണ? ആരാ? സെല്ലക്കുട്ടീനെ വിളിച്ചേ. ആ ഉണ്ണാച്ചി ഊഞ്ഞാലൊക്കെ റെഡിയാക്കി തരും. എടാ ഒന്ന് 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 കാണിച്ചേ, ഒന്ന് ഊഞ്ഞാലൊക്കെ ഒന്ന് കൈ നോക്കിയേ. ആ ഓക്കെ, ഊഞ്ഞാലൊക്കെ റെഡിയാക്കി തരും. ആ സെല്ലക്കുട്ടി അതന്നെ. ആ ആ അപ്പൊ ജീപ്പ് ഉണ്ട്. ജീപ്പ് കട്ടെടുത്തോട്ട് ദൂരെ കൊണ്ട് കളയാൻ. ആ അമ്മാടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേണ്ടത്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഒന്ന് അങ്ങോട്ട് നോക്കി ക്യാമറയിലേക്ക്. ഞാനിവിടെ വന്നത് എന്താ? അമ്മമ്മേനെ പട്ടി അടിച്ചാ? അമ്മമ്മേനെ പട്ടി അടിച്ച് വീഡിയോ ഉണ്ടോ? അമ്മമ്മ ഒന്നും പുറത്തിറങ്ങി നടക്കരുത് പറ. ആ അമ്മാമ്മയൊക്കെ പുറത്തിറങ്ങി കളിച്ചു കഴിഞ്ഞാൽ പട്ടി അടിക്കുന്നു അല്ലേ? ചേട്ടന്മാരെയും കടിക്കും. അപ്പൊ പട്ടിയുടെ അടുത്തേക്ക് പോകരുത് അല്ലേ? ആ പട്ടീനെ ഇഷ്ടമാണോ? ഇഷ്ടമല്ല, പട്ടി കടിക്കും. ആ അത് തന്നെ. പിന്നെ ഒരു കാര്യം കൂടി പറ, മോട്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓഫ് ചെയ്യണം എന്ന് പറ. അയ്യോ ഞാനൊരു സാധനത്തേക്ക് ഞെക്കി മോട്ടർ നിർത്തുന്നു. അങ്ങനെ ഞെക്കണ്ട, ചേട്ടന്മാരോട് പറഞ്ഞാൽ മതി കേട്ടാ. ആ ഓക്കെ. അപ്പൊ ഞാനിവിടെ ഒരു ബിരിയാണി വിപ്ലവത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. അച്ചു ചേച്ചി ഉണ്ട്. അച്ചു ചേച്ചി എല്ലാത്തിനും ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആ ശ്രദ്ധിച്ചോടാ, ഞാനൊരു ബിരിയാണി വിപ്ലവത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നാണ്. അവിടെ ചാണകമുണ്ട്, അവിടെ ചാണകമുണ്ട്, അവിടെ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്. ഓക്കെ, പ്രശ്നം കഴിഞ്ഞില്ലേ? ആ അതെ, അവിടെ എല്ലാം ഉണ്ട്. അവിടെ ചാടാന്ന് പറഞ്ഞേ. ഓക്കെ അതെ, ഈ പരിപാടിക്ക് ഒരു വൈൻഡപ്പ് ഉണ്ടാവില്ല ഒരിക്കലും. നീ അങ്ങനെ നിന്ന് നിന്റെ കാര്യം തീരുമാനമാവൂടാ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ ഒരു ആരെങ്കിലും ഇത്തിരി വെള്ളം കൊണ്ടുവരുമോ? എനിക്ക് കുടിക്കാം. അവിടെ പൂഴിമണ്ണുണ്ട്. കുഴിമന്തി ഇഷ്ടമാണോ? കുഴിമന്തി ഇഷ്ടമാണോ? അതെന്തോ, അത് മൈക്കാന്ന് തോന്നുന്നു. കേടായിട്ടില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, അവിടെ കേടായോ നോക്കി? ഇല്ലല്ലോ. ഇല്ല. എന്നാ ഞാൻ ബാക്കി പറഞ്ഞോട്ടെ. ആ ഓക്കെ. ആ ഞങ്ങൾ അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ സാധനം കാണിക്കാം. ഞങ്ങളൊരു കാര്യം കൂടി പറയട്ടെ. എനിക്ക് നിന്ന് മതിയായി, ഞാൻ ഇനി ഇരിക്കട്ടെ. അല്ലടാ, പുതിയ ഷൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ.
ഒരു മിനിറ്റ് നിന്റെ ഷൂ ഒക്കെ ദേ ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാവരും ഷൂ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ബിരിയാണി വിപ്ലവത്തിന് തുടക്കം കുറിച്ച് ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെ എന്തിന് മോട്ടർ നിറഞ്ഞു പോണതിനെതിരെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷം. അമ്മ ആരായിരുന്നു? ചേച്ചി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചേ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അന്വേഷിച്ചിങ്ങനെ വരുന്നുണ്ട് ഇല്ലേ? കോളുകളൊക്കെ വരാറുണ്ടോ? ഇത് ചുമ്മാ ഒരു വെറുതെ നേരം പോക്കിന് പറഞ്ഞവരൊക്കെ പറഞ്ഞാണ്. അപ്പോൾ വീഡിയോ എല്ലാം എടുത്ത് ഇടാറുണ്ട്, അങ്ങനെ ഇട്ടപ്പം വൈറലായതാണ്. ഇപ്പോൾ ചാനലിൽ നിന്നൊക്കെ കോളുകൾ വന്നു തുടങ്ങി. ഈ ടീച്ചറുടെ അവസ്ഥ എന്താണ്? അതെനിക്കൊന്ന് പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ടീച്ചർ കുഴഞ്ഞിരിക്കുകയാണ്, ടീച്ചറിനും കോള് വരുന്നുണ്ട്, പരാതി വരുന്നുണ്ട് ബിരിയാണി കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഒരു വലിയൊരു മാറ്റം തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇവിടെ ചർച്ച നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുന്നവർക്ക് അല്ലേ ഞങ്ങളെ ജയിലിൽ കിടക്കുന്നവർക്ക് ബിരിയാണിയും ആഴ്ചയിൽ ഒരു ദിവസം മട്ടനാ ചിക്കനാ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അവിടുത്തെ സുഖം കൊണ്ട് വീണ്ടും നാട്ടിലിറങ്ങിയിട്ട് അവർ കുറ്റവർത്തം ചെയ്തിട്ട് വീണ്ടും ജയിലോട്ട് തന്നെ പോവുക. അവർ നല്ല ആഹാരം കിട്ടുന്നതുകൊണ്ട് അവർക്ക് അവിടെ സുഖമാണ്. കാര്യം അത് നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുത്ത് പിള്ളേരെ നല്ലതാക്കി വളർത്താൻ നല്ല ആരോഗ്യത്തോട് വളർത്തേണ്ടതാണ് നമ്മുടെ സർക്കാർ ചെയ്യേണ്ട കടമ എന്ന് പറയുന്നത്. ഇല്ല ഞാൻ പേടിക്കില്ല ഇത് പേടിക്കണം. ഞാൻ വിചാരിച്ചു ഒറിജിനലാണെന്ന്. അപ്പോൾ എന്തായാലും ഇതിലൊരു മാറ്റം വരാൻ വേണ്ടി ഇപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ എല്ലാ അംഗൻവാടിയിലും ഉപ്മാവ് മാറ്റി ബിരിയാണി വന്നെന്നുള്ളൊരു ചർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു കുഞ്ഞു വായി തോന്നുന്ന ഒരു വലിയ വർത്താനമാണത്. അപ്പോൾ എന്തായാലും മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടാവട്ടെ. നമ്മൾ ഇനിയും കാണും. കസേരയൊക്കെ ഉരുക്കൊണ്ട് വന്നു. കസേരയിലാണ് പിടുത്തം. മിക്കവാറും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോഴേ മറ്റേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഒരിക്കൽ കൂടി അപ്പോൾ എന്തായാലും എല്ലാവരും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.